നേരത്തെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള പൂവമ്പഴം എല്ലാം കൊണ്ടുവരുന്നത് നാട്ടിൽ നിന്നായിരുന്നല്ലോ. ഇപ്പം എപ്പോഴും അച്ഛനെ അങ്ങനെ കഷ്ടപ്പെടുത്താനും പറ്റില്ല. അതുമല്ല എപ്പോഴും നമുക്ക് പൂവമ്പഴം അവൈലബിൾ ആയിട്ട് കിട്ടത്തുമില്ല. അതുമല്ല കടയിൽ നിന്ന് വാങ്ങിച്ചുണ്ടാക്കാൻ എനിക്ക് അത്ര ഇഷ്ടവുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കർഷകരെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല പൂവമ്പഴം കിട്ടുമ്പോൾ മാത്രം എനിക്കിവിടെ കൊണ്ടുതരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് കറക്റ്റായിട്ടത് കൊണ്ടുതരികയും ചെയ്യും. അങ്ങനെ കൊണ്ടു തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് നല്ല പഴുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഴുത്തത് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ദേ നമ്മൾ അത് വെച്ചിട്ടുള്ള പൂവമ്പഴം പകുതിയായിട്ട് ഇങ്ങനെ എടുത്താണ്. അപ്പോൾ അത് എത്ര പഴുപ്പ് കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും എന്നാണ്. അപ്പോൾ ഈ പഴം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പഴം കിട്ടുന്ന ടൈമിൽ മാത്രമേ ഞാനങ്ങനെ ഓർഡറുകൾ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവർ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അവർക്കില്ലെങ്കിൽ അടുത്ത കർഷകരിൽ നിന്നാണെങ്കിലും നമുക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്കും ഒരു ടെൻഷനാണ്. ആ ടേസ്റ്റും ക്വാളിറ്റിയും ഒന്നും